Hello and welcome to another episode of Leap by IAS Factor. നമ്മൾ ഇന്നത്തെ 5 ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. First question. Which of these international bodies or fora has at least one member country sharing a land border with India? നമ്മൾ ഇതുവരെ കണ്ടു പരിചയമില്ലാത്ത ടൈപ്പ് ഒരു ചോദ്യം. അതിനകത്തൊരു ചോദ്യത്തിനകത്തൊരു ചോദ്യം കിടപ്പുണ്ട്. അതായത് ചോദ്യം എന്താണെന്ന് നോക്കൂ. ഒരു 3 ഇന്റർനാഷണൽ ബോഡീസിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഇതിലേതിലൊക്കെയാണ് അറ്റ്ലീസ്റ്റ് ഒരു മെമ്പർ കൺട്രി എങ്കിലും ഇന്ത്യയുമായിട്ട് ലാൻഡ് ബോർഡർ ഉള്ളത്? അപ്പൊ നമ്മൾ എന്തറിയണം? ഈ ഓരോന്നിലും ഉള്ള മെമ്പർ കൺട്രീസിന്റെ പേരറിയണം. അതിലുള്ള ഏതൊക്കെ രാജ്യങ്ങളാണ്, അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു രാജ്യം ഇന്ത്യയുമായിട്ട് ബോർഡർ പങ്കിടുന്നുണ്ടോ എന്നറിയണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഈ ഒരു ചോദ്യത്തിന് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് ബേസിക്കലി ഈസി ആണെന്ന് തോന്നത്തക്ക രീതിയിൽ തരുമെങ്കിലും ഇത് നിങ്ങളുടെ പ്രിലിംസിലെ ടൈം കളയാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ അറിയാതെ ടൈം കളയിപ്പിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ചോദ്യത്തിൽ പെടും ഇത്. കാരണം ഇതിനകത്ത് 2 കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടത്. ആദ്യം മെമ്പർ കൺട്രീസിന്റെ പേരുടെ അതിൽ ഏതാണ് ഇന്ത്യയുമായിട്ട് ബോർഡർ ഷെയർ ചെയ്ത് ഏതെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം. നോക്കൂ, ആസിയാൻ ആദ്യത്തേത്. അപ്പൊ ആസിയാൻ മെമ്പർ കൺട്രീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഈസിയാണ്. കാരണം എന്താ? ആസിയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഈസ്റ്റേൺ സൈഡിലോട്ട് കിടക്കുന്ന രാജ്യങ്ങളിൽ പെടുന്നതാണ് എന്ത്? ആസിയാൻ മെമ്പർ കൺട്രീസ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് നമുക്ക് ആരെ തന്നെ ആദ്യം പറയാം? മ്യാൻമർ. മ്യാൻമർ ആസിയാൻ മെമ്പർ ആണ് എന്നുള്ള ഒരു കാൽക്കുലേഷനിലേക്ക് നമ്മൾ എത്തുമ്പോൾ വൺ എന്തായാലും ഉണ്ടാവും. അടുത്ത ഏഷ്യ പസഫിക് എക്കണോമിക് കോഓപ്പറേഷൻ എന്നാണ് പറയുന്നത്, APEC. അത് നോർമലി അങ്ങനെ പത്രങ്ങളിൽ നിന്നും ആരും എടുത്ത് വലിയ ശ്രദ്ധയൊന്നും കൊടുത്ത് പഠിക്കാത്തതാണ്. പക്ഷേ അവിടെ നമ്മൾ അറിഞ്ഞിരിക്കണം അവിടെ ഉണ്ടോ. അടുത്ത OECD ആണ് അവസാനം കൊടുത്തിരിക്കുന്നത്. അപ്പം 1 ഉണ്ട് എന്നുള്ള ഒരു ഐഡിയ കിട്ടുമ്പോൾ തന്നെ നമുക്ക് എന്താണ്, സി എന്തായാലും ഓപ്ഷൻ അല്ല, പിന്നെയും 3 കിടക്കുകയാണ്. അവിടെയാണ് നമ്മളുടെ പത്രത്തിലെ ശ്രദ്ധിച്ചുള്ള വായനയും അതിൻ്റെ അനുബന്ധ പഠനങ്ങളും. അതാണ് ഞാൻ പറഞ്ഞത്, വെറുതെ വായന മാത്രം പോരാ, അതിൻ്റെ അനുബന്ധ പഠനങ്ങൾ, അല്ലെങ്കിൽ ആ വായന കൂടുതൽ ശ്രദ്ധിച്ച് വായിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ പോകുന്നത്. കാരണം നിങ്ങൾ അറിഞ്ഞിരിക്കുക, OECD-യിൽ നമ്മളുമായിട്ട് ബോർഡർ ചെയ്യുന്ന കൺട്രീസ് ഒന്നുമില്ല. 1 and 2 എന്ന ആൻസർ വരും. അങ്ങനെയാണെങ്കിൽ APEC-യിൽ ആരാണ് ഇന്ത്യയുടെ ബോർഡർ കൺട്രി ഉള്ളത്? ഏഷ്യ പസഫിക് എക്കണോമിക് കോർപ്പറേഷൻ. അതായത് ഏഷ്യയിൽ നിന്നുള്ള ഒരു പസഫിക് സൈഡിലേക്ക് ചായ്വുള്ള ഇന്ത്യയുമായിട്ട് ബോർഡർ പങ്കിടുന്ന കൺട്രി ഏത്? ഷുഡ് ബി ചൈന, അല്ലേ? അപ്പൊ APEC-യിൽ ഇന്ത്യയുടെ ബോർഡർ കൺട്രി എന്നുള്ള നിലയിൽ ചൈനയുണ്ട്. OECD-യിൽ പ്രധാനമായിട്ടും യൂറോപ്പ്, അമേരിക്ക, ആസിയയിൽ നിന്നുള്ള കൺട്രീസ് ആണ്. കുറച്ച് ഏഷ്യയിൽ നിന്നുണ്ട്. പക്ഷെ ഇന്ത്യയുമായിട്ട് ബോർഡർ ചെയ്യുന്ന കൺട്രീസ് ഒന്നുമില്ല. അപ്പൊ എന്താ, ആസിയാൻ പഠിച്ചു വെക്കുക. കാരണം ആസിയാൻ റീസെന്റ് ന്യൂസിൽ വന്നത് എന്തിനാ? ആസിയാൻ ഇതുവരെ ഒരു 10 മെമ്പർ ഓർഗനൈസേഷൻ ആയിരുന്നു, അല്ലേ? ഇപ്പൊ അതിനകത്തേക്ക് ഒരു 11th മെമ്പറും കൂടി ആഡായി. ഏതാ 11th മെമ്പർ? ഈസ്റ്റ് ടിമോർ, അല്ലേ? ഈസ്റ്റ് ടിമോർ അല്ലെങ്കിൽ ടിമോർ ലെസ്റ്റ് എന്നാണ് അതിന്റെ ഒഫീഷ്യൽ നെയിം. ടിമോർ ലെസ്റ്റ്. ഓക്കെ, ഈസ്റ്റ് ടിമോർ അല്ലെങ്കിൽ ടിമോർ ലെസ്റ്റ് 11th മെമ്പറായിട്ട് ആസിയാനിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്താ, ആസിയാൻ മെമ്പേഴ്സിന്റെ എല്ലാം പേരൊന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. മ്യാൻമാർ, കംബോഡിയ, തായ്ലൻഡ്, ലാവോസ്, വിയറ്റ്നാം എന്നൊക്കെ പറഞ്ഞാൽ 11 പേരുടെയും പേര് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഇനി ഇതിനകത്ത് തന്നെ നിങ്ങൾ ഇപ്പൊ ടിമോർ ലെസ്റ്റ് എന്ന് പറഞ്ഞൊരു കൺട്രിയുടെ പേര് വെറുതെ പഠിച്ചു വെക്കാതെ, അല്ലെങ്കിൽ ആസിയാനിലേക്ക് വന്നു എന്ന് പഠിച്ചു വെക്കാതെ, നിങ്ങൾ അതിന്റെ മാപ്പിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാൻ. എപ്പോഴും പല എപ്പിസോഡുകളിലും ഞാൻ പറഞ്ഞു പോയിട്ടുള്ള ഒരു കൺട്രി അല്ലെങ്കിൽ ഒരു ഓഷ്യൻ അതൊക്കെ പറയുമ്പം, അല്ലെങ്കിൽ ഏതെങ്കിലും വാട്ടർ ബോഡി ആയിക്കോട്ടെ പറയുമ്പോൾ നമ്മൾ വേൾഡ് മാപ്പിലേക്ക് ചുമ്മാ ഒന്ന് പോയി നോക്കുക. എന്തുകൊണ്ടാണ് ഇനി ഈസ്റ്റ് ടിമോർ എന്ന് പേര് വിളിക്കുന്നത്? ഒരു ചെറിയ രാജ്യമാണ്, ഇങ്ങനെ നടക്കുന്ന ചെറിയ രാജ്യമാണ്. എന്തുകൊണ്ടാണ് അതിനെ ഈസ്റ്റ് ടിമോർ എന്ന് പേര് വിളിക്കുന്നത്? ഈസ്റ്റ് ഇതാണ് ആ രാജ്യം. അപ്പൊ അതിന്റെ വെസ്റ്റിന് എന്ത് പറ്റി? ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം, ഒന്ന് ശ്രദ്ധിച്ചു വെക്കുന്നതല്ല. ആ വെസ്റ്റേൺ പാർട്ട് ആരുടെ കയ്യിലാ? ഇന്തോനേഷ്യയുടെ കയ്യിലാണ്. മനസ്സിലായോ? വെസ്റ്റേൺ പാർട്ട്, ഈ ടിമോറിന്റെ വെസ്റ്റേൺ പാർട്ട് എന്ന് പറയുന്നത് ഇന്തോനേഷ്യയുടെ കയ്യിലാണ്. ഈസ്റ്റേൺ പാർട്ട് മാത്രമാണ് ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് നിൽക്കുന്നത്. അതാണ് ടിമോർ ലെസ്റ്റ് അല്ലെങ്കിൽ ഈസ്റ്റ് ടിമോർ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ വായന ആ രീതിയിൽ പോകണം. നമ്മളുടെ വേൾഡ് മാപ്പ് റീഡിങ് ആ രീതിയിൽ പോയേ പറ്റത്തുള്ളൂ. വിവാദം, അല്ലെ? PM ശ്രീ പ്രോഗ്രാമിനെ കുറിച്ച് 2 സ്റ്റേറ്റ്മെന്റ്സ് വന്നിട്ടുണ്ട്. PM ശ്രീ ഈസ് എ സെൻട്രൽ സെക്ടർ സ്കീം ബൈ ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ.
ഒരു സാധാരണ മലയാളി എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഇത് അറിഞ്ഞിരിക്കണം. ഇറ്റ് ഈസ് നോട്ട് എ സെൻട്രൽ സെക്ടർ സ്കീം, അല്ലേ? അതൊരു സെൻട്രൽ സെക്ടർ സ്കീം അല്ല. കാരണം ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഹോട്ടായിട്ട് നടക്കൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണല്ലോ PM ശ്രീ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു സെൻട്രൽ സെക്ടർ സ്കീം അല്ല. പകരം എന്താണ്? ഒരു സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, സെലക്ഷൻ ഓഫ് സ്കൂൾസ് അണ്ടർ ദി സ്കീം വിൽ ബി ഡൺ ത്രൂ ചലഞ്ച് മോഡ് wherein schools will compete for support in order to become exemplar schools. അതായത് ഒരു ചലഞ്ച് മോഡിൽ കൂടെയാണ് സ്കൂളുകൾ പരസ്പരം മത്സരിച്ച് ഈ PM ശ്രീയുടെ കീഴിലുള്ള ഫണ്ട് കണ്ടെത്തുക എന്നാണ് പറയുന്നത്. അതിനകത്ത് തെറ്റൊന്നും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് യാതൊരുവിധ തെറ്റാനുള്ള സ്കോപ്പ് അതിനകത്ത് ആ സെന്റൻസിൽ എവിടെയെങ്കിലും ഉണ്ടോ? നിങ്ങൾ പറഞ്ഞേ. തെറ്റാനുള്ള സ്കോപ്പ് ആ സെന്റൻസിൽ എവിടെയും കിടപ്പോയില്ല. കാരണം ചലഞ്ച് മോഡ് എന്നൊക്കെ പറയുന്നത് സ്പെഷ്യൽ പേരിൽ തന്നെ തന്നേക്കുമ്പോൾ ഉറപ്പായിട്ടും അവിടെ എന്തായാലും തെറ്റാൻ സാധ്യതയില്ല. ചലഞ്ച് എന്നുള്ള പേരിൽ തന്നെ നമുക്ക് ഗസ് ചെയ്യാം എന്താ സ്കൂൾസ് കമ്പീറ്റ് ചെയ്തിട്ടായിരിക്കും ഇവിടെ മത്സരിക്കുക എന്നുള്ളത്. PM ശ്രീയെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. സോ നമ്മുടെ ഇന്നത്തെ ആൻസർ എന്ന് പറയുന്നത് B2 only ആണ്. എന്താ PM ശ്രീ പ്രോഗ്രാം? അതായത് ഇന്ത്യയിലെ 14,500 സ്കൂൾസ് ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് ഉള്ള ഒരു പരിപാടിയാണ് PM ശ്രീ എന്ന് പറയുന്നത്. PM ശ്രീ സ്കൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 14,500 എണ്ണം ഇന്ത്യയിൽ ആകമാനം ഏറ്റവും മികച്ച നിലവാരത്തിലേക്ക് കൊണ്ടുവരിക. അവിടുത്തെ ഏറ്റവും രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ചലഞ്ച് മോഡിൽ കൂടെ വർക്ക് ചെയ്യുക. അതായത് സ്കൂളുകൾ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ, അതായത് സെൻട്രൽ ഗവൺമെന്റ് സെറ്റ് ചെയ്യുന്ന കുറച്ച് ബേസിക് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അത് മീറ്റ് ചെയ്യുന്ന സ്കൂളുകൾ എന്താണ് ഫണ്ടിന് വേണ്ടിയിട്ട് വീണ്ടും ഒരു ചലഞ്ച് മോഡിൽ ഒരു മത്സരം ഉണ്ട് അവിടെ, ഹെൽത്തി കോമ്പറ്റീഷൻ, മനസ്സിലായില്ലേ? അങ്ങനെ മത്സരിച്ചു വേണം എന്ത് ഈ ഫണ്ട് കൊണ്ടുവരാൻ. അങ്ങനെ മത്സരിച്ചു വരുന്ന ദി ബെസ്റ്റ് സ്കൂൾസിന് എന്താണ് ആ ഫണ്ടിങ് കിട്ടും. ആൻഡ് ഇതിന് ഏറ്റവും രസകരമായ കാര്യം ഇതിനകത്ത് സ്കൂൾ ക്വാളിറ്റി അസസ്മെന്റ് ഫ്രെയിംവർക്ക് വെച്ചിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നോക്കാം, നാഷണൽ സ്കിൽ ക്വാളിറ്റി ഫ്രെയിംവർക്ക് ഉണ്ട്. നമുക്ക് എല്ലാത്തിൻ്റെയും ഒരു ബേസിക് സ്റ്റാൻഡേർഡ്സ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഒരു കാലത്ത് ഇന്ത്യയിൽ ഇല്ലായിരുന്ന ഒരു സാധനമാണ്, എന്നാൽ പിൽക്കാലത്ത് അത് ഫോളോ ചെയ്ത് തുടങ്ങി. എന്ത് നമ്മളൊരു പ്രോഗ്രാം വെച്ചാൽ അതിന് ബേസിക് സ്റ്റാൻഡേർഡ് ഇത് അച്ചീവ് ചെയ്തിരിക്കണം. അത് അസസ് ചെയ്യാനായിട്ട് സ്പെഷ്യൽ മെക്കാനിസംസ് ഉണ്ടാവും. അത് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ ഇവിടെയും PM ശ്രീ സ്കൂൾസിന്റെ കാര്യത്തിലും അങ്ങനെ സ്കൂൾ ക്വാളിറ്റി അസസ്മെന്റ് ഫ്രെയിംവർക്കും കൂടെ കൂട്ടത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ വായിക്കുന്നത് വളരെ നല്ലതാണ്. നോക്കൂ, 6 പില്ലേഴ്സ് ആണ് PM ശ്രീ പ്രകാരം പറഞ്ഞിരിക്കുന്നത്. 6 പില്ലേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വായിച്ചാൽ കാണാം. കരിക്കുലം, പെഡഗോഗി ആൻഡ് അസസ്മെന്റ്, ആക്സസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് സ്കൂൾ ലീഡർഷിപ്പ്. അങ്ങനെ ഉണ്ടോ? ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ച് ആണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. സോ ബേസിക്കലി നാഷണൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വളരെ മികച്ച രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന സ്കൂൾസ് ആണ് ഈ PM ശ്രീ സ്കൂൾസ് എന്ന് പറയുന്നത്. Which of the following statements is or are correct? 3 സ്റ്റേറ്റ്മെന്റ്സ് അവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഒരു എക്കണോമി റിലേറ്റഡ് ആണ്. നമുക്ക് ഓരോന്നോരോന്ന് നോക്കാം. ഫോറിൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ നോട്ട് അലൗഡ് ടു അക്വയർ സ്റ്റേക്സ് ഇൻ ഇന്ത്യൻ ബാങ്ക്. ഇന്ത്യൻ ബാങ്കുകളിൽ സ്റ്റേക്സ് മീൻസ് ഇന്ത്യൻ ബാങ്കുകളുടെ ഓണർഷിപ്പ് സ്വന്തമാക്കാൻ വിദേശ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് സാധ്യമല്ല. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു. രണ്ടാമത്തത്, പ്രൈമർലി ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഈസ് റെഗുലേറ്റഡ് ത്രൂ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് FEMA 1999. Third statement, an investment through equity instruments by a person resident outside India in an unlisted Indian company is treated as FDI irrespective of percentage of stake. അതായത് ഒരു ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ഒരു വ്യക്തി അൺലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ കമ്പനിയിൽ, അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് ലിസ്റ്റ് ചെയ്യാത്തൊരു ഇന്ത്യൻ കമ്പനിയിൽ ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ്സിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ FDI ആയിട്ട് കൺസിഡർ ചെയ്യും. അവിടെ എത്ര പെർസെൻറ്റേജ് ഇൻവെസ്റ്റ് ചെയ്തു എന്ന് നോക്കില്ല, FDI ആയിട്ട് കൺസിഡർ ചെയ്യുമെന്ന് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു. ഞാൻ മുൻ എപ്പിസോഡുകളിൽ ചിലതിൽ പറഞ്ഞിട്ടുള്ളതും ക്ലാസ്സിൽ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ്? ഇങ്ങനൊരു എക്കണോമിയിൽ നിന്നും ഒരു മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ് ചോദ്യത്തിനകത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് കറണ്ട് അഫെയറും ബാക്കി 2 സ്റ്റാറ്റിക് ഏരിയാസിൽ നിന്നാണ് സ്റ്റേറ്റ്മെന്റ്സ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്താ അവിടുത്തെ സിറ്റുവേഷൻ എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്? അവിടെ കറണ്ട് അഫെയർ റിലേറ്റഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാനുള്ള സാധ്യതയാണ് 99% ഉള്ളത്. ഒന്നുകൂടെ പറയാം, ഒരു എക്കണോമിയിൽ നിന്ന് വരുന്ന ഒരു മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ് ചോദ്യത്തിനകത്ത് 1 കറണ്ട് അഫെയർ റിലേറ്റഡും ബാക്കി 2 സ്റ്റേറ്റ്മെന്റ്സ് സ്റ്റാറ്റിക് പോർഷനുമാണെങ്കിൽ
ആ കറണ്ട് അഫെയർ സ്റ്റേറ്റ്മെന്റ് തെറ്റാനുള്ള സാധ്യത 99% ആണ്. ഇത് ചുമ്മാതെ പറയുന്നതല്ല. നിങ്ങൾക്ക് പ്രീവിയസ് ഇയറിലുള്ള എല്ലാ പ്രിലിംസ് പേപ്പറും എടുത്തു നോക്കാം. ഞാൻ ഈ പറഞ്ഞ കാര്യം കറക്റ്റ് ആണ് എന്ന് നിങ്ങൾക്ക് അവിടെ നിന്നും മനസ്സിലാകും. അപ്പൊ അവിടെ എന്താ നമ്മൾ വേണ്ടത്? അതിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറണ്ട് അഫെയർ എന്ന് കണ്ടുപിടിക്കേണ്ടത് നമ്മളുടെ ബോധ്യമാണ്. പലപ്പോഴും പല കുട്ടികളും ഈ സ്ട്രാറ്റജി പഠിച്ചിട്ട് പോകും, പക്ഷേ സാറേ അതിനകത്ത് ഏതാ കറണ്ട് അഫെയർ എന്ന് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നത്. അത് ആ രീതിയിലാണ് UPSC സ്റ്റേറ്റ്മെന്റ്സ് ഫ്രെയിം ചെയ്യുന്നത്. ഇവിടെയും നിങ്ങൾക്ക് അതുപോലൊക്കെ ഫീൽ ചെയ്തേക്കാം. ഇതിനകത്ത് കറണ്ട് അഫെയർ ഉണ്ടോ എന്ന് തോന്നൽ വരാം. അവിടെയാണ് പത്രം വായന നിങ്ങൾ എങ്ങനെയാണ് വായിക്കുന്നത് എന്നതിന്റെ ഉത്തമ ഉദാഹരണം ഈ ഒരു ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം. കാരണം പത്രത്തിൽ വന്നൊരു ഫാക്ട് ഡയറക്റ്റ് അല്ല ഇവിടെ കൊടുത്തേക്കുന്നത്. അതായത് പത്രത്തിൽ കാണുന്ന ഒരു സ്റ്റേറ്റ്മെന്റോ പത്രത്തിൽ കണ്ട ഒരു സാധനമോ ഡയറക്റ്റ് അല്ല, അതിന്റെ അനാലിസിസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കൂ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ എന്താ പറയുന്നത്? ഫോറിൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ നോട്ട് അലൗഡ് ടു അക്വയർ സ്റ്റേക്സ് ഇൻ ഇന്ത്യൻ ബാങ്ക്സ്. ഇതൊരു സ്റ്റാറ്റിക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റി. കാരണം എന്തുകൊണ്ടാ? റീസെന്റ് ആയിട്ട് എത്രയോ ന്യൂസുകൾ പത്രത്തിൽ വരുന്നു, എത്രയോ ന്യൂസുകൾ. എക്സാമ്പിൾ പറയാം. ആർ ബി എൽ ബാങ്കിനെ ഒരു മിഡിൽ ഈസ്റ്റിലുള്ള ഒരു 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 ഫിനാൻഷ്യൽ കമ്പനി വലിയ രീതിയിൽ സ്റ്റേക്സ് മേടിക്കുന്നു, ന്യൂസ് വന്നു. എന്തിന്? ഏറ്റവും റീസെന്റ് നമ്മുടെ ഫെഡറൽ ബാങ്കില് 9.99% സ്റ്റേക്ക് സ്വന്തമാക്കിയത് ആരാ? ബ്ലാക്ക് സ്റ്റോൺ ക്യാപിറ്റൽ. അത് കേരളം. നിങ്ങൾ ഈ ബ്ലാക്ക് സ്റ്റോണിനെ കുറിച്ച് കൂടുതൽ സ്റ്റഡി നടത്തുന്നത്, ഞാൻ പറഞ്ഞത് എക്സാം ഓറിയന്റഡ് ആയിട്ടല്ല, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, കേരളത്തിൽ കഴിഞ്ഞ ഒരു 2 വർഷത്തിനുള്ളിൽ ഈ ബ്ലാക്ക് സ്റ്റോൺ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ഭീമനാണ്. US ബേസ്ഡ് ആയിട്ടുള്ള ഒരു US ആണെന്ന് തോന്നുന്നു. വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഭീമനാണ്. കേരളത്തിലെ പല മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. മനസ്സിലായോ? നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇപ്പൊ ഫെഡറൽ ബാങ്കിൽ 9.99% സ്റ്റേക്ക്, ഒരു മൈനോറിറ്റി സ്റ്റേക്ക് ആണെങ്കിൽ കൂടെ ഇറ്റ്സ് സിഗ്നിഫിക്കന്റ്. അതേപോലെ ഹെൽത്ത് കെയർ മേഖലയിൽ കേരളത്തിലെ വളരെ വലിയൊരു ഒരു ഒരു ഹോസ്പിറ്റൽ ചെയിൻ ഇവർ സ്വന്തമാക്കിയിട്ടുണ്ട്. പേരിപ്പോഴും പഴയ പേരാണെങ്കിലും വലിയൊരു ഹോസ്പിറ്റൽ ചെയിൻ കേരളത്തിൽ ഇവർ സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഡിഫറൻറ്റ് മേഖലകളിൽ കേരളത്തിൽ സ്പെസിഫിക് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഈ കമ്പനി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇപ്പൊ കണ്ടോ, RBL ബാങ്ക് എന്ന് പറയുന്ന ബാങ്കിൽ ഒരു മിഡിൽ ഈസ്റ്റിൽ നിന്ന്, എനിക്ക് തോന്നുന്നു, ഐ തിങ്ക് ഇറ്റ്സ് ഫ്രം ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു. ഫെഡറൽ ബാങ്കിൽ ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്ന കമ്പനി വന്നിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു. ഇതെല്ലാം വിദേശ കമ്പനികൾ ഇന്ത്യയിലെ ബാങ്കുകളിൽ വന്ന് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ട് എന്നുള്ള ന്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ വിദേശ കമ്പനി എന്നുള്ള പേരിലായിരിക്കത്തില്ല അത് കണ്ടിട്ടുണ്ടാവുക. ഇങ്ങനെ ആയിരിക്കും, ദുബായ്സ് ഡാഷ് കമ്പനി ഇൻവെസ്റ്റിംഗ് ഇൻ RBL ബാങ്ക്, ബ്ലാക്ക് സ്റ്റോൺ അക്വേഴ്സ് 9.9, അല്ലെങ്കിൽ ബ്ലാക്ക് സ്റ്റോൺ അക്വേഴ്സ് മൈനോറിറ്റി സ്റ്റേക്ക് ഇൻ ഫെഡറൽ ബാങ്ക്. ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇങ്ങനെ കാണുമ്പോൾ പൊതുവെ എന്താ, കുട്ടികൾ ആ ന്യൂസിനോട് അങ്ങ് മുഖം തിരിക്കും. ഏതോ കമ്പനി ഏതോ ബാങ്കിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തതിന് ഞങ്ങൾ എന്ത് കാണിക്കാനാണ് എന്നൊരു തോന്നൽ നമുക്കുണ്ടാവും. പാടില്ല. UPSC അവിടുന്ന് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യും, ഒരു സംശയം വേണ്ട, ഈ രീതിയിൽ ഫ്രെയിം ചെയ്യും. കണ്ടോ? അപ്പൊ അതാണ് അവിടുത്തെ കറണ്ട് അഫെയർ സ്റ്റേറ്റ്മെന്റ്. എന്തുകൊണ്ടത് കറണ്ട് അഫെയർ ആയി? റീസെന്റ് ഒരുപാട് ഇന്ത്യൻ ബാങ്കുകളിലേക്ക് അക്വിസിഷൻസ് നടക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇത് സിഗ്നിഫിക്കന്റ് ആകുന്നു? ഇന്ത്യയിൽ വലിയ രീതിയിൽ FDI പ്രോത്സാഹിപ്പിക്കുമ്പോഴും RBI ഭയങ്കര കോൺഷ്യസ് ആയിട്ടാണ് നിന്നിട്ടുള്ളത്. കാരണം എന്താ? ഇന്ത്യൻ ബാങ്കിങ് സെക്ടറിലേക്ക് കൈ കടത്താൻ വലിയ രീതിയിൽ ഇവർ ആരെയും അനുവദിച്ചിരുന്നില്ല. FDI ലിമിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടെയും FDIയുടെ ലിമിറ്റ് പറയുന്നതിന്റെ വളരെ ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമേ ഫ്രീ ആയിട്ട് കൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ ഫോറിനേഴ്സിന് പറ്റിയിരുന്നുള്ളൂ. അതായത് ഒരു 5%, ഒരു കമ്പനി, ഒരു ബാങ്കിലെ 5% വരെ അവർക്ക് വേറൊരു നൂലാമാലകളും ഇല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. 5%-ന് മുകളിലോട്ട് ലിമിറ്റ് അലൗ ചെയ്യുന്നുണ്ടെങ്കിലും ഇവർക്ക് അക്വിസിഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പെർമിഷൻ ഉണ്ടായേ പറ്റൂ. ആ പെർമിഷൻ ഒന്നും അവരെ എല്ലാ സാഹചര്യങ്ങളും കൊടുക്കാറില്ല. റെയർ സാഹചര്യങ്ങളിൽ മാത്രമാണ് ഫെഡറൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു മെജോറിറ്റി സ്റ്റേക്ക് പോലും ഓക്കെ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായില്ല? റെയർ സാഹചര്യങ്ങൾ. അത്രയും നമ്മുടെ എക്സാമ്പിൾ പറയാം, നമ്മുടെ CSB ബാങ്ക്, പണ്ട് അതിനെ കാത്തലിക് സിറിയൻ ബാങ്ക് എന്ന് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്, ഇപ്പൊ അതിനെ CSB ബാങ്ക് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ആ CSB ബാങ്കിനെ ഇടയ്ക്ക് ഒരു ഭയങ്കരമായിട്ടൊരു ബെയിൽ ഔട്ടിനടുത്തൊരു കണ്ടീഷൻ വന്നപ്പോഴേക്കും 51% സ്റ്റേക്ക് എടുക്കാനായിട്ട് ഒരു വിദേശ കമ്പനിയെ അലൗ ചെയ്തു. കണ്ടോ? അത്രയും മോശം സാഹചര്യത്തിൽ കൂടെ ബാങ്ക് പോയപ്പോൾ ഭയങ്കരമായിട്ട് സ്ക്രൂട്ടിനിക്ക് ശേഷമാണ് അതിനെ അലൗ ചെയ്തത്. അപ്പം അത്രയും സ്ട്രിഞ്ചന്റ് ആയിട്ട് നിന്ന ബാങ്കിങ് സെക്ടറിലേക്ക് ഇന്ന്
RBI കുറച്ചൊക്കെ ഒന്ന് ലൂസാക്കി കൊടുത്തിട്ടുണ്ട്. അതായത് കുറച്ചും കൂടെ കൂടുതൽ പെർസെൻറ്റേജ് സ്റ്റേക്ക് വാങ്ങിക്കാൻ, സ്വതന്ത്രമായിട്ട് വന്നിട്ട് സ്റ്റേക്ക് വാങ്ങിക്കാനുള്ള അധികാരം അല്ലെങ്കിൽ അതിനുള്ള അവസരം RBI സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് എന്താ, ഇന്ത്യ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഡെസ്റ്റിനേഷൻ ആണെന്ന് എല്ലാവർക്കും അറിയാം. അതിന്റെ കൂട്ടത്തിൽ ഇന്ത്യയിലെ ബാങ്കിങ് സെക്ടർ സ്ട്രോങ് ആണ്. ഇന്ത്യയുടെ ഗ്രോത്ത് അടുത്ത വർഷത്തേക്ക് പ്രൊജക്ട് ചെയ്യുന്നത് പോലെ 6.5 to 6.8% ആണ്. അപ്പം ഇങ്ങനെയെല്ലാം നോക്കുമ്പോൾ ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരു ഗ്രോത്തിലേക്ക് മാത്രം നിലനിൽക്കുന്ന സ്ഥാപനങ്ങളാണെന്ന് വിദേശീയർക്ക് അറിയാം. അതുകൊണ്ടാണ് അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് റെഡി ആവുന്നത്. ആ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ടാപ്പ് ചെയ്യുകയാണ് RBI ഇങ്ങനെ ലൂസാക്കി കൊടുക്കുന്നതിൽ കൂടെ ചെയ്യുന്നത്. ഇനി ഞാൻ പറയണ്ടല്ലോ, വണ്ണ് തെറ്റിയ ശരിക്ക് റൈറ്റ് ആൻസർ ഇസ് 2 and 3 ഓൺലി. ബിക്കോസ് അറിയാം, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ് പ്രധാനമായിട്ടും റെഗുലേറ്റ് ചെയ്യുന്നത് ഫെമ 1999 കൂടെയാണ്. ആൻഡ് FDIയുടെ കണ്ടീഷൻ എന്താ, നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. അൺലിസ്റ്റഡ് ഇന്ത്യൻ കമ്പനി ആണെങ്കിൽ അവിടെ പെർസെൻറ്റേജ് ഒന്നും ഒരു വിഷയമല്ല. എത്ര പെർസെൻറ്റേജ് ഇൻവെസ്റ്റ് ചെയ്താലും അതിനെ നമ്മളെ FDI ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. പകരം ഒരു ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ അതിന്റെ പോസ്റ്റ് പെയ്ഡ് അപ്പ് ഇക്വിറ്റിയുടെ 10% എങ്കിലും അക്വിസിഷൻ നടത്തിയാൽ മാത്രമേ FDI ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യത്തുള്ളൂ. അവിടെ പെർസെൻറ്റേജിന് വിലയുണ്ട്. പക്ഷെ അൺലിസ്റ്റഡ് ഇന്ത്യൻ കമ്പനി ആണെങ്കിൽ അവിടെ പെർസെൻറ്റേജ് കാര്യമാക്കുന്നില്ല. എത്ര തന്നെ ഇൻവെസ്റ്റ് ചെയ്താലും അതിനെയൊക്കെ FDI, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. നോക്കൂ, ബാങ്കിങ് സെക്ടറിലേക്കുള്ള ക്യാപ്പ് നോക്കൂ. പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിൽ 74% വരെ FDI ആവാം. പക്ഷെ പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ 20% അനുവദിക്കുന്നുള്ളൂ. Which of the following statements about exercise Trishul is or are correct? See, UPSC aspirants ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു ഏരിയയാണ് ഈ എക്സർസൈസുകളുടെ ഡീറ്റെയിൽസ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതിൻ്റെ ഡീറ്റെയിൽസിലോട്ടൊന്നും നിങ്ങൾ അങ്ങനെ കടന്നു പോകേണ്ട കാര്യമില്ല, എക്സെപ്റ്റ് അതൊരു സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ മാത്രം. മനസ്സിലായില്ലേ? അതായത് എല്ലാ എക്സസൈസും, ഇന്ത്യ ഒരുപാട് രാജ്യങ്ങളുമായിട്ട് നേവൽ എക്സസൈസ്, മിലിറ്ററി എക്സസൈസ്, എയർ എക്സസൈസുകൾ ഒക്കെ നടത്തുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസിലോട്ട് പോകണം. നിങ്ങൾ ആകെ ഒരു കാര്യം മാത്രം ആലോചിക്കുക, ഒരു പർട്ടിക്കുലർ പേരിലുണ്ടെങ്കിൽ അത് ഏത് രാജ്യവുമായിട്ടാണ്, ഇത്ര മാത്രം ആലോചിച്ച് വെച്ചാൽ മതി. അതും അതിനകത്തെ റയർ പേരുകൾ നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്വേറിൻ, നൊമാഡിക് എലിഫന്റ് പോലെയൊക്കെയുള്ള റയർ പേരുകളൊന്ന് ശ്രദ്ധിച്ചു വെക്കുന്നത് മാത്രമാണ് ഏറ്റവും നല്ലത്. അപ്പം അല്ലാതെ അതിൻ്റെ ഡീറ്റെയിലോട്ടൊന്നും പോകാൻ നിൽക്കരുത്. കാരണം മെനക്കേടാ, ഇത്രയും പഠിച്ചിട്ട് നമുക്ക് റിട്ടേൺ ഇല്ലെങ്കിൽ റിട്ടേൺ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പം ഏത് രാജ്യവുമായിട്ടാണെന്നുള്ള പേരൊന്നും ഓർത്ത് വെക്കുന്നതല്ല. പക്ഷേ അതിനകത്തൊരു ഒരു 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 എക്സെപ്ഷൻ ആണ് എക്സസൈസ് തൃശൂർ എന്ന് പറയുന്നത്. നോക്കൂ, ഇറ്റ് ഈസ് ആൻ ആനുവൽ എക്സസൈസ് കണ്ടക്ടഡ് ബൈ എയർ ഫോഴ്സസ് ഓഫ് ഇന്ത്യ ആൻഡ് ഫ്രാൻസ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു ഇറ്റ് ഈസ് കണ്ടക്ടഡ് അലോങ് ദി വെസ്റ്റേൺ ബോർഡർ ഓഫ് ഇന്ത്യ. ഇതിന്റെ കറണ്ട് സിഗ്നിഫിക്കൻസ് അറിയാമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്താ ചെയ്യുക, ഫസ്റ്റ് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യും. കറണ്ട് സിഗ്നിഫിക്കൻസ് അറിയണം. അതാ പറഞ്ഞത്, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഇതിനെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആക്കി തന്നെ ഇവിടെ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഇതിനെ ക്വസ്റ്റ്യൻ ആക്കില്ല. ഇതൊരു ഇൻഡിപെൻഡന്റ് ക്വസ്റ്റ്യൻ ആവേണ്ട കാര്യം ഇപ്പോൾ ഉള്ള ഒരു 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 സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ആണ്. അങ്ങനെ തന്നെ പറയാം, സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ബിക്കോസ് അത് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ഒരു എയർഫോഴ്സ് എക്സസൈസ് ഒന്നും അല്ല, ഒരു ബൈലാറ്ററൽ എക്സസൈസ് അല്ല. ഇറ്റ് ഈസ് എക്സസൈസ് തൃശൂൽ. എന്താ തൃശൂർ കാണിക്കുന്നത്? ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവി, ഇന്ത്യൻ എയർഫോഴ്സ്, നമ്മളുടെ ഡിഫൻസിന്റെ പ്രധാനപ്പെട്ട 3 ഫോഴ്സസ് തമ്മിൽ ചേർന്ന് നടത്തുന്ന ഒരു എക്സസൈസ് ആണ് എക്സസൈസ് തൃശൂൽ എന്ന് പറയുന്നത്. അപ്പൊ അതിനെന്തുവാ ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് കണ്ടക്ടഡ് അലോങ് ദി വെസ്റ്റേൺ ബോർഡർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ വെസ്റ്റേൺ ബോർഡറിലാണ് ഇത് നടത്തുന്നത്. അപ്പൊ ഇന്ത്യയുടെ വെസ്റ്റേൺ ബോർഡർ എന്ന് പറയുമ്പോഴേക്കും പാകിസ്ഥാൻ, കണ്ടോ? ഇന്ത്യയുടെ വെസ്റ്റേൺ ബോർഡറിൽ നടത്തുമ്പോൾ ഇവിടെ എന്തുണ്ട്, ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഗുജറാത്ത് കിടപ്പുണ്ട്. ഈ ഏരിയയിൽ ഒരു എക്സസൈസ് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു വിഷയം തന്നെയാണ്. അതും ഇന്ത്യയുടെ 3 ഫോഴ്സസും കൂടെ ചേർന്നിട്ട് ഇന്ത്യയുടെ വെസ്റ്റേൺ ബോർഡറിൽ നടത്തുന്നു. കുറച്ച് എപ്പിസോഡുകൾ മുമ്പുള്ള ഒരു പേര് വായിച്ചാൽ നിങ്ങൾക്കറിയാം, നമ്മൾ ഇവിടെ നിന്നും ഒരു സർ ക്രീക്ക് എന്ന് പറയുന്ന ഒരു സാധനത്തെ കുറിച്ച് പഠിച്ചിരുന്നു. കണ്ടോ, ഇപ്പൊ വീണ്ടും കണക്ഷൻ വരുന്നത് കണ്ടോ? ഇങ്ങനെയാണ് കണക്ഷൻ, ന്യൂസിന്റെ കണക്ഷൻ വരുന്നത്. നമ്മുടെ കുറച്ചാൾ മുമ്പ് നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ സർ ക്രീക്കിനെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് എക്സസൈസ് തൃശ്ശൂർ വരികയുണ്ടായി. ഇതിനെ തുടർന്ന് എന്തുണ്ടായി, പാകിസ്ഥാൻ ഈ ഏരിയയിൽ നോട്ടീസ് ടു എയർമെൻ, അതായത് കുറച്ച് ദിവസത്തേക്ക് ഈ എയർ സെക്ടർ, ഈ വെസ്റ്റേൺ ബോർഡറിലുള്ള എയർ സെക്ടറിൽ സൂക്ഷിക്കണം എന്നുള്ള
ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് പാകിസ്ഥാന്. അതേപോലെ ഇന്ത്യൻ സൈഡിൽ നിന്നും ഉണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പൊ ഈ ഏരിയയിൽ നമ്മൾ എന്തെടുക്കുന്നു? നമ്മൾ നമ്മുടെ ഡിഫൻസ് എക്സസൈസസ് കണ്ടക്ട് ചെയ്യുന്നു. അതാണ് എക്സസൈസ് തൃശൂരിന്റെ ഇമ്പോർട്ടൻസ്. നമ്മൾ ഇങ്ങനെയാണ് അതിനെ പഠിച്ചു വെക്കേണ്ടത്. നോക്കൂ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Consider the following statement. Nearly 99% of India's trade by volume moves through maritime routes. ഇന്ത്യയുടെ ട്രേഡിന്റെ 99%, അതായത് വോളിയം അനുസരിച്ച് 99%വും മാരിടൈം റൂട്ട്സിൽ കൂടെയാണ് പോകുന്നത് എന്ന് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് കാർഗോ ട്രാഫിക് ഓൺ നാഷണൽ വാട്ടർവേസ് ഹാസ് ഇൻക്രീസ്ഡ് എക്സ്പോണൻഷ്യലി ഓവർ ദി ലാസ്റ്റ് 10 years. And third, ജൽവാഹക് സ്കീം വാസ് ഇംപ്ലിമെന്റഡ് ടു പ്രൊമോട്ട് എക്സ്പോർട്ട് ത്രൂ സീ റൂട്ട്. നമുക്ക് നോക്കാം ഓരോ സ്റ്റേറ്റ്മെന്റിലും തെറ്റാൻ സാധ്യതയുള്ളത് എവിടെ. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാം, സംശയമൊന്നുമില്ല, 99% തെറ്റാം. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ എക്സ്പോണൻഷ്യലി തെറ്റാം, അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് എക്സ്പോണൻഷ്യലി എന്ന് പറയുന്നത് തെറ്റാം. മൂന്നാമത്തത് ഇംപ്ലിമെന്റഡ് ത്രൂ സീ റൂട്ട്. ഈ മൂന്നിടത്താണ് തെറ്റാനുള്ള സാധ്യതകൾ കിടക്കുന്നത്. സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളുടെ ലോജിക്കിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ നമ്മളത് പഠിച്ചു വെച്ചിരിക്കണം. ഇല്ലെങ്കിൽ അത് ലോജിക്കിന് വിടുക. അങ്ങനെ ലോജിക്കിന് വിട്ടു കഴിഞ്ഞാൽ ഇത് എന്താണ്? തെറ്റാനുള്ള സാധ്യതയാണ്. കാരണം ലോജിക്കിനെ ഒപ്പോസ് ചെയ്യുന്ന ഒന്നും ഞാൻ പത്രത്തിലോ PIBയിലോ ഒന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് അത് എന്നെ സംബന്ധിച്ചിടത്തോളം റോങ് ആണ്. പക്ഷേ ഞാൻ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ലോജിക്കിനെ ഒപ്പോസ് ചെയ്യുന്ന സാധനം പഠിച്ചു വെച്ചിരുന്നു. ഇപ്പൊ മനസ്സിലായി എന്താ പഠിച്ചു വെക്കേണ്ടതെന്നും എന്താ ലോജിക്കിന് വിടേണ്ടതെന്നും. ഇത് ലോജിക്കിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു സാധനം ഞാൻ ന്യൂസിൽ കണ്ടു, അതുകൊണ്ട് ഞാൻ പഠിച്ചു പോകും. കാരണം എന്താ? എക്സ്പോണൻഷ്യൽ ഇൻക്രീസ് തന്നെയാണ് ഉണ്ടായേക്കുന്നത്. നാഷണൽ വാട്ടർവേസിൽ കൂടെ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ഒരു എക്സ്പോണൻഷ്യൽ ഇൻക്രീസ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ആൻഡ് ജൽവാഹക് സ്കീം വാസ് ഇംപ്ലിമെന്റഡ് ടു പ്രൊമോട്ട് എക്സ്പോർട്ട് ത്രൂ സീ റൂട്ട്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഒരൊറ്റ ഫാക്ട് പറയാൻ മാത്രം തന്നേക്കുക. എന്താ? സീ റൂട്ട് എന്ന് പറയുന്ന ഫാക്ട് കാണിക്കാൻ വേണ്ടി മാത്രം തന്നേക്കുക. ജൽവാഹക് എന്നുള്ള പേര് വിട്ട് സീ റൂട്ട് എന്നുള്ള പേരും കൂടെ തന്നു കഴിഞ്ഞാൽ നമ്മൾ തെറ്റിക്കും എന്നുള്ളത് അവർക്ക് ഉറപ്പാണ്, അല്ലേ? അത്രയും എവിഡന്റാ. ജൽവാഹക് എന്നുള്ള പേരിലായിരുന്നു പോട്ടെന്ന് പറയാം നമുക്ക്. ജൽവാഹക് എന്നുള്ള പേര് വിട്ട് സീ റൂട്ട് മാത്രം കാണിക്കാനാണ്, ഈ ഒറ്റ കാര്യം പറയാൻ മാത്രമാണ് ഈ സ്റ്റേറ്റ്മെന്റ് ഇവിടെ തന്നേക്കുന്നത്. ഇല്ലെങ്കിൽ അത് അവിടെ ചേർക്കേണ്ട കാര്യം പോലും ഇല്ല. അങ്ങനെ ഒരു സാഹചര്യങ്ങൾ എന്തെടുക്കും? ദിസ് ഈസ് റോങ് എന്ന് നമ്മളങ്ങ് പറയും. അങ്ങനെയാണെങ്കിൽ ശരി ഉത്തരങ്ങൾ എന്താ? ഇവിടെ 99% ഇല്ല, 95% മാത്രമേ ഇതുവരെ ആയിട്ടുള്ളൂ. ഇന്ത്യയുടെ 95% ബൈ വോളിയം ട്രേഡ് നടക്കുന്നത് ഏതുവഴിയാണ്? ത്രൂ മാരിടൈം റൂട്ട്സ് ആണ്. ഓക്കെ, ക്ലിയർ ആയോ? ആൻഡ് ജൽവാഹക് എന്ന് പറയുന്നത് ഇൻലൻഡ് വാട്ടർവേസിൽ കൂടെയുള്ള കാർഗോ പ്രൊമോഷനെയാണ് അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന സ്കീമാണ് ജൽവാഹക്. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്താ, വലിയ രീതിയിലുള്ള ഇൻലൻഡ് വാട്ടർ കണക്ടിവിറ്റി ഉണ്ട്. പണ്ട് കാലത്ത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്തിരുന്നു, ബ്രിട്ടീഷുകാർ ഭയങ്കര എഫക്റ്റീവായിട്ട് യൂസ് ചെയ്ത സാധനം ഇന്ത്യയുടെ ഇൻലൻഡ് വാട്ടർ കണക്ടിവിറ്റി. അതിനുശേഷം നമ്മൾ ഒരുപാട് കാലം അതിനെ അവഗണിക്കുകയുണ്ടായി. ഇപ്പം വീണ്ടും നമ്മളത് റിവൈവ് ചെയ്തെടുത്തുകൊണ്ട് വരികയാണ്. അപ്പോൾ ഇൻലൻഡ് വാട്ടർ കണക്ടിവിറ്റി ഇപ്പം കേരളത്തിൽ പോലും നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഭയങ്കരമായിട്ട് ഇൻലൻഡ് വാട്ടർ കണക്ടിവിറ്റി പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട്, അത് യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. കാരണം റോഡിൽ കൂടെ പോകുന്നതിനേക്കാളൊക്കെ വളരെ ചിലവ് കുറവാണ് ഗുഡ്സ് ത്രൂ വാട്ടർ റൂട്ട്സിൽ കൂടെ ട്രാൻസ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ. ഒന്ന് ആലോചിച്ച് നോക്കുക, കാസർഗോഡ് മുതൽ, ഇപ്പോൾ കേരളത്തിന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ റോഡിൽ കൂടെ ഓടണമെങ്കിൽ എന്ത് ഡീസൽ ചിലവാകും, റോഡ് ബ്ലോക്ക് ആവും. ഇതിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പുറത്ത് നമുക്ക് അവിടെ നിന്നിട്ട് ഇവിടം വരെ നമുക്ക് സീ റൂട്ട് ഉണ്ട്. ഈ സീ റൂട്ടിൽ കൂടെ വന്നിട്ട് ഇപ്പൊ അകത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പലയിടത്തും എന്താ ഇൻലൻഡ് വാട്ടർ വേസ് ഉണ്ടല്ലേ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ആലപ്പുഴ എത്തിയിട്ട് ആലപ്പുഴയുടെ ഉള്ളിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എന്താ കനാലുകളും കായലുകളും ഉണ്ട്. അതുവഴി കയറി ആ ബോട്ടോ അല്ലെങ്കിൽ ഷിപ്പോ പറ്റത്തില്ല, വലിയ ബോട്ടുകളൊക്കെ നമുക്ക് അതുവഴി റീറൂട്ട് ചെയ്ത് വിടാം. അല്ലെങ്കിൽ ഇപ്പൊ ഷിപ്പാണെങ്കിൽ കൂടെയോ തൊട്ടടുത്ത പോർട്ടിൽ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് ചെറിയ ബോട്ടുകളിലേക്ക് ആക്കിയിട്ട് ഇൻലൻഡ് വാട്ടർ വേസിൽ കൂടെ നമുക്ക് കയറി പോകും. നമ്മുടെ വലിയ വലിയ റിവേഴ്സ് ഒക്കെ നാവിഗബിളാ. അപ്പൊ അതൊക്കെ സാധ്യമാകും നമുക്ക്. മനസ്സിലായില്ലേ? അപ്പം വലിയ രീതിയിൽ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് ഈ ഇൻലൻഡ് വാട്ടർ വേസ് എന്ന് പറയുന്നത്, ആൻഡ് ഹോൾ വാട്ടർ വേസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എത്ര നാഷണൽ വാട്ടർ വേസ് ഉണ്ട്? 111 നാഷണൽ വാട്ടർ വേസ് ഉണ്ട് ഇന്ത്യയിൽ. ആ നമ്പർ തന്നെ നമുക്ക് സിഗ്നിഫിക്കൻ്റ്. കാരണം എന്താ? അത്രയധികം ആ ഒരു ഏരിയയ്ക്ക് പ്രൊമോഷൻ നൽകുന്നുണ്ട്. കണ്ടോ, കാർഗോ മൂവ്മെന്റ് 13-14 ഒരു 18 MMT ആയിരുന്നു, ഇപ്പൊ 145 MMT ആയിട്ട് മാറിയിരിക്കുക. എക്സ്പോണൻഷ്യൽ റൈസ് തന്നെയാണ്. സോ ആൻസർ ഈസ് 2 only. അപ്പൊ ഇങ്ങനെ വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ അവിടെ നിന്നൊക്കെ UPSC ചോദ്യമാക്കും. അവസാനം നമ്മൾ പറയും ഇതൊന്നും പത്രത്തിലില്ലായിരുന്നു.